ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനെ ഒരു സാധാരണ മാറ്റമായി മാത്രം കാണാൻ കഴിയില്ല. പെട്ടെന്ന് ചില ആളുകളിൽ നിന്ന് അകന്നു പോകാൻ തോന്നുന്നു. ഒരിക്കൽ വളരെയധികം സന്തോഷം നൽകിയിരുന്ന കാര്യങ്ങളിൽ പോലും ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പുതിയ സമാധാനം അനുഭവപ്പെടുന്നു. ചില പഴയ വേദനകൾ വീണ്ടും ഓർമ്മകളായി ഉയർന്നു വരുന്നു. രാത്രിയിൽ ഉറങ്ങാതെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു. ഞാൻ ആരാണ്? എന്തിനാണ് ഞാൻ ഈ ജീവിതത്തിലേക്ക് വന്നത്? എൻ്റെ ജീവിതത്തിന് പിന്നിൽ എന്താണ് എന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു. ഇത് വെറും ഓവർ തിങ്കിങ് മാത്രമാണോ? ചില സ്പിരിച്വൽ ട്രഡീഷൻസ് പറയുന്നതനുസരിച്ച് ഇത് നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൽ ഒരു അവേക്കനിങ് ആരംഭിക്കുന്നതിൻ്റെ സൂചനയാണ്. ആത്മീയമായി ഉണർവ് എന്നത് നിങ്ങൾ പെട്ടെന്ന് മറ്റൊരു വ്യക്തിയായി മാറുന്നു എന്നുള്ളതല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് പതിയെ ഓർമ്മിച്ച് തുടങ്ങുന്നതാണ്. നിങ്ങൾ ആത്മീയമായി ഉയർന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ ആത്മാവ് ഉണരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്ന് നിങ്ങൾക്ക് സ്വയം ഒരു ബോധ്യമുണ്ടാകുന്ന 12 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, പഴയ ജീവിതം നിങ്ങളെ ഇനി പൂർണ്ണമായി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മീനിങ്ലെസ് ആയി തോന്നും. മണി, സ്റ്റാറ്റസ്, വാലിഡേഷൻ, അറ്റൻഷൻ ഇവയെല്ലാം വേണ്ടെന്ന് വെക്കണം എന്നുള്ളതല്ല. പകരം ഉള്ളിൽ നിന്നൊരു ചോദ്യം വരും, ഇതെല്ലാം നേടിയാൽ മാത്രം ഞാൻ ട്രൂലി ഹാപ്പി ആകുന്നുണ്ടോ? അവിടെ നിന്നാണ് ഇന്നർ ജേർണി ആരംഭിക്കുന്നത്. രണ്ടാമതായി, നിങ്ങളുടെ ഷാഡോ നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. സ്പിരിച്വൽ അവേക്കനിങ് എല്ലായ്പ്പോഴും വെളിച്ചത്തിൻ്റെ അനുഭവമല്ല. ചിലപ്പോൾ ആദ്യം വരുന്നത് ഡാർക്ക്നെസ് ആയിരിക്കും. പഴയ ട്രോമ, ഫിയർ, ജലസി, ഇൻസെക്യൂരിറ്റി, ആങ്കർ, അറ്റാച്ച്മെൻറ്റ്, നമ്മൾ മറ്റുള്ളവരിൽ കാണാൻ ആഗ്രഹിക്കാത്ത, മറ്റുള്ളവർ നമ്മളോട് പ്രകടിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ഉള്ളിൽ തന്നെ കാണാൻ തുടങ്ങുന്നു. ഇത് സ്പിരിച്വൽ ജേർണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. കാരണം വെളിച്ചത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇരുട്ടിനെ കാണേണ്ടതായിട്ട് വരും, നമ്മുടെ തന്നെ ഇരുട്ടിനെ. മൂന്നാമതായിട്ട്, ചില ബന്ധങ്ങൾ സ്വാഭാവികമായി അകന്നു പോകുന്നു എന്നുള്ളതാണ്. സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വന്നാൽ എല്ലാവരെയും ഉപേക്ഷിക്കണം എന്നുള്ളതല്ല. പക്ഷേ നിങ്ങളുടെ എനർജി, വാല്യൂസ്, ബൗണ്ടറീസ് മാറുമ്പോൾ ചില ബന്ധങ്ങൾ പഴയ രീതിയിൽ തുടരാൻ കഴിയാതെ വരും. ഒരിക്കൽ വളരെ ക്ലോസ് ആയിരുന്ന ഒരാളോട് പോലും ഇനി അതേ കണക്ഷൻ തോന്നണമെന്നില്ല. അതിനെ എല്ലായ്പ്പോഴും ബിട്രയലായി കാണേണ്ടതില്ല. ചില ആത്മീയ യാത്രകൾ നമ്മളെ ചിലരിൽ നിന്ന് അകറ്റുന്നത് നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാനായിരിക്കും. നാലാമതായിട്ട്, സോളിറ്റ്യൂഡ് നിങ്ങളെ ഭയപ്പെടുത്താതാകും. ഒറ്റയ്ക്കിരിക്കുന്നത് ലോൺലിനെസ് അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഫോണില്ലാതെ, നോയ്സ് ഇല്ലാതെ, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ഇല്ലാതെ നിങ്ങളുടെ സ്വന്തം തോട്ട്സിനൊപ്പം ഇരിക്കാൻ തുടങ്ങും. അവിടെ നിങ്ങൾക്ക് ആദ്യമായി മനസ്സിലാകും, ഞാൻ എന്നിൽ നിന്ന് തന്നെ എത്ര കാലമായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അഞ്ചാമതായി, ഇൻറ്റ്യൂഷൻസ് വളരെ ശക്തമായി അനുഭവപ്പെടും എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടാകും. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. ഒരു ഡെസിഷൻ എടുക്കുമ്പോൾ ലോജിക് പറയുന്നതിന് മുമ്പ് ഉള്ളിൽ നിന്ന് തന്നെ ഒരു സട്ടിൽ നോളിംഗ് വരും. സ്പിരിച്വൽ ട്രഡീഷൻസിൽ ഇതിനെ ഇൻറ്റ്യൂഷൻസ് എന്ന് പറയും. ആറാമതായിട്ട്, ചില സിങ്ക്രോണിസിറ്റീസ് ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങും. ഒരേ നമ്പർ വീണ്ടും വീണ്ടും കാണുന്നു. അതുമാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തി വിളിക്കും. ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാക്കോ പുസ്തകമോ കോൺവെർസേഷനോ നിങ്ങളുടെ മുമ്പിൽ വരും. ഇത്തരം മീനിങ് ഫുൾ കോയിൻസിഡൻസിനെയാണ് സിങ്ക്രോണിസിറ്റി എന്ന് പറയുന്നത്. ഇവയെ ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്നതിനേക്കാൾ അവ നിങ്ങളിൽ എന്ത് റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നു എന്ന് ശ്രദ്ധിക്കുകയാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ഏഴാമതായിട്ട്, നിങ്ങൾക്ക് എൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളൊരു ചോദ്യം വരും. ജീവിതം വെറും ജനിക്കുക, പഠിക്കുക, ജോലി ചെയ്യുക, മണി സമ്പാദിക്കുക, മാരേജ് ചെയ്യുക, ഫാമിലി ആൻഡ് ഡെത്ത് എന്നുള്ളൊരു സൈക്കിൾ മാത്രമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ എന്തിനിവിടെ വന്നു? എനിക്കിവിടെ എന്താണ് ചെയ്യാനുള്ളത്? എൻ്റെ എക്സിസ്റ്റൻസിന് എന്താണ് മീനിങ്? തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ശക്തമാകുമ്പോൾ ഒരു ഡീപ്പ് ഇന്നർ സെർച്ചിങ്ങിലേക്ക് നിങ്ങളെ അത് കൊണ്ടുപോവുകയാണ്. എട്ടാമതായിട്ട്, നിങ്ങളുടെ എനർജിയെക്കുറിച്ച് കൂടുതൽ അവെയർ ആകും. ആരോടൊപ്പം സമയം ചെലവഴിച്ചാൽ പീസ്ഫുള്ളായി തോന്നും? ആരോടൊപ്പം സംസാരിച്ചാൽ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡായി തോന്നും? ഏത് സ്ഥലത്താണ് മനസ്സ് ലൈറ്റ് ആകുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇന്നർ ഹെവിനെസ് ഉണ്ടാകുന്നത്? തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ സ്റ്റേറ്റിനെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒൻപതാമതായി, ഈഗോ പതിയെ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സൈനാണ്. ഞാനാണ് ശരി, എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, എന്നെ എല്ലാവരും മനസ്സിലാക്കണം, ഞാൻ മറ്റുള്ളവരെക്കാൾ ബെറ്ററാണ് എന്നുള്ള ആ ഒരു ആവശ്യം കുറയും. നിങ്ങൾ മനസ്സിലാക്കും, എനിക്കെല്ലാം അറിയില്ല. അവിടെ നിന്നാണ് യഥാർത്ഥ വിസ്ഡം തുടങ്ങുന്നത്. പത്താമതായി, ഫോർഗീവ്നെസ്സിൻ്റെ അർത്ഥം മാറും.
നിങ്ങളെ വേദനിപ്പിച്ചവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നില്ല, പക്ഷെ അവരുടെ ആക്ഷൻസ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ഫോർഗീവ്നെസ് എന്നത് മറ്റൊരാൾ ചെയ്തത് ശരിയായിരുന്നു എന്നുള്ളതല്ല, പകരം ആ ആൾ ചെയ്തതിൻ്റെ ഭാരം ഇനി ഞാൻ ചുമക്കില്ല എന്നുള്ളതാണ്. 11ാമതായിട്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങൾ കാണാൻ തുടങ്ങുമെന്നുള്ളതാണ്. നിങ്ങളുടെ പ്രസൻറ്റ് റിയാക്ഷൻസിൻ്റെ പിന്നിൽ പഴയ വോൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കും. ഇന്ന് ആരെങ്കിലും നിങ്ങളെ ഇഗ്നോർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്രപ്പോർഷനേറ്റായി ഹേർട്ടാകുന്നത് ഇന്നത്തെ സംഭവം മാത്രമല്ല, അതിനു പിന്നിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ റിജക്ഷൻ, അബാൻഡമെൻറ്റ്, ലാക്ക് ഓഫ് വാലിഡേഷൻ തുടങ്ങിയവ ഉണ്ടായിരിക്കും. സ്പിരിച്വൽ അവേക്കനിങ് പലപ്പോഴും നമ്മുടെ ഹീലിംഗിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവസാനത്തേത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുമെന്നുള്ളതാണ്. നിങ്ങൾക്കിനി എല്ലാവരോടും നിങ്ങളുടെ വർത്ത് തെളിയിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല, അംഗീകരിക്കണമെന്നില്ല, എല്ലാ കാര്യത്തിലും ഉടൻ ആൻസർ വേണമെന്നില്ല. ജീവിതത്തിൽ ഏത് അൺസർട്ടനിറ്റി ഉണ്ടെങ്കിലും അതിനോടൊപ്പം നടക്കാൻ നിങ്ങൾ പഠിക്കും. പിന്നെ ഒരിക്കൽ നിങ്ങൾ തിരിച്ചറിയും, ഞാൻ അന്വേഷിച്ചിരുന്ന സമാധാനം പുറത്തായിരുന്നില്ല, ഞാൻ അന്വേഷിച്ചിരുന്നത് എൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നടക്കുന്നത് ഒരു ബ്രേക്ക് ഡൗൺ ആയിരിക്കണമെന്നില്ല, ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കാം. ചില ആളുകൾ പോകും, ചില കാര്യങ്ങൾ അവസാനിക്കും, ചില പഴയ വേർഷൻസ് ഓഫ് യു മരിക്കും. അതെല്ലാം നിങ്ങളെ ശിക്ഷിക്കാനല്ല, നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ളൊരു യാത്രയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു സ്ട്രേഞ്ച് ഫേസിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് കരുതേണ്ട. ചിലപ്പോൾ നിങ്ങളുടെ പഴയ ജീവിതം അവസാനിക്കുകയാണ്, നിങ്ങളുടെ ഒരു പുതിയ കോൺഷ്യസ്നെസ് ജനിക്കാനായി.